ഒരു യൂണിറ്റ് കൂടി ഉണർന്നു കഴിഞ്ഞു ഒറ്റക്കെട്ടായി ഉണർന്നു കഴിഞ്ഞു ഒറ്റക്കെട്ടായി ജനരോക്ഷവരം പട്ടേ ജനരോക്ഷവരം പട്ടേ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ കുതിര മാത്രം സൂതര മാത്രം നീ സമരം സൂതര മാത്രം കാറ്റ് വിതച്ച വളിങ്കാറ്റായ കാറ്റ് വിതച്ച വളിങ്കാറ്റായ ഒരുപാട് തീയായ ഒരുപാട് തീയായ നമ്മൾ ഉത്തരവാദികളല്ല നമ്മൾ ഉത്തരവാദികളല്ല അപ്പോ നിങ്ങൾ പറയരുതേ അപ്പോ നിങ്ങൾ പറയരുതേ നിങ്ങൾ അക്രമകാരികളെന്ന് നിങ്ങൾ അക്രമകാരികളെന്ന് ഹലോ മിസ്റ്റർ മേയറെ ഹലോ മിസ്റ്റർ മേയറെ പോലീസ് നിയമം അറിയില്ലേ പോലീസ് നിയമം അറിയില്ലേ അപ്പാ നിയമം കേട്ടിട്ടില്ലേ അപ്പാ നിയമം കേട്ടിട്ടില്ലേ ഉണ്ടാക്ഷൻ കാപ്പാദേവോ ഉണ്ടാക്ഷൻ കാപ്പാദേവോ ചാത്ത് ജയിലടച്ച് താന്തോന്നിക്ക് കസുകലരന്നൊരു താന്തോന്നിക്ക് രാജകിരീടം ചോളന്നേ രാജകിരീടം ചോളന്നേ അയ്യയ്യേ നാണക്കേട് അയ്യയ്യേ ഗതികേട് നാര്യഭരണം 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 ഇൻക്ലാബ് സിന്ദാബാദ് എൽഡിഎഫ് സിന്ദാബാദ് മാലിന്യ കുമാരങ്ങൾ പട്ടികളിച്ച് വലിക്കുമ്പോൾ നഗരമാകെ നാറുന്നേ നഗരമാകെ നാറുന്നേ അറിയാതെ മണ്ണും തള്ളി കറങ്ങി നടക്കും മണ്ണും തള്ളി കറങ്ങി നടക്കും സാറേ സാറേ മേയർ സാറേ മേയർ സാറേ എന്നെ കൊണ്ടത് പറ്റൂല മഴ പെയ്ത വെള്ളപ്പൊക്കം റോഡെല്ലാം തോടായി ആമേഴഞ്ചാൻ നാറുന്നേ കിഴക്കേക്കോട്ട തമ്പാനൂർ പഴവങ്ങാടി ചാലത്തെരുവുകൾ ചളിക്കൊണ്ടൽ കാലം കൊത്തേ നഗരവാസികൾ വരയുന്നേ ഇൻക്ലാബ് സിന്ദാബാദ് എൽഡിഎഫ് സിന്ദാബാദ് ഭരണസമരം സിന്ദാബാദ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അന്തസ്സുള്ള നഗരസഭ ചെമ്മാടിക്കം കൊണ്ടേക്കോ പേരെഴുതി ഭാഗം വെക്കാൻ ഞാൻ കാണുന്ന മേയറെ നടക്കില്ല ഉണർന്നു കഴിഞ്ഞു ഒറ്റക്കെട്ടായി
ജനരോക്ഷ വിരമ്പട്ടെ ജനരോക്ഷ വിരമ്പട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ഹലോ മിസ്റ്റർ വി വി രാജേഷ് ഹലോ മിസ്റ്റർ വി വി രാജേഷ് അന്നവടക്ക് വിയ്യൂര് അന്നവടക്ക് വിയ്യൂര് അന്തിവറങ്ങും സോദരനെ അന്തിവറങ്ങും സോദരനെ അടിയെണ്ണും സോദരനെ വിളിച്ചു വലിച്ചു പുറത്താക്കൂ വിളിച്ചു വലിച്ചു പുറത്താക്കൂ ഇൻകുലാബ് സിന്ദാബാദ് വേണ്ടേ വേണ്ട ഹലോ മിസ്റ്റർ മേയറെ പോലീസ് നിയമമായില്ലേ പോലീസ് നിയമമായില്ലേ അപ്പാ നിയമം കേട്ടിട്ടില്ലേ അപ്പാ നിയമം കേട്ടിട്ടില്ലേ ഉണ്ടായ കേസ് സാക്ഷിയെ രക്ഷിതാൻ തോന്നിക്കാൻ തട്ടികളിച്ച് വലിക്കുമ്പോൾ നഗരമാകേതാവുന്നേ അങ്കോ കൊങ്കോ മറിയാതെ കണ്ണും തള്ളിക്കറങ്ങി നടക്ക് സാറേ എന്നെ കൊണ്ടിത് പറ്റൂല വെള്ളപ്പൊക്ക തോടാകെ തോടായി അമേരഞ്ചനാവുന്നേ കൊട്ട തമ്പാലോ വഴവങ്ങാടി ചേലത്തിരുവുകൾ വെളിക്കൊണ്ടിൽ കാലത്തുത്തേ സഭയാകെ നാറുന്നേ İnkılap Zindabad. 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 Anna Sabret Zindabad. Anna Sabret Zindabad. Hello, Mr. Polis ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ 3 ദിവസമായി റിലേ സഞ്ചാരം നടത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസവും നഗരസഭയ്ക്ക് പുറത്തുള്ള ഷെഡിലാണ് ഞങ്ങൾ സമരം നടത്തി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കോടതി വിധി ഞങ്ങൾ അന്ന് മുമ്പേ പറഞ്ഞിരുന്നതാണ്. 10-20 കൗൺസിലർമാർ അവർക്ക് തോന്നിയതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ അത് നിഷ്ക്രിയമാക്കിക്കൊണ്ട് അവരെ വീടിനടുത്തുള്ള പല പല ദൈവങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഉടിപ്പുര അമ്മച്ചി, അതുപോലെ തന്നെ ചുടലമാടൻ, അങ്ങനെയുള്ള പല പല ദൈവങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ താമസിക്കുന്ന പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ദൈവങ്ങളായിരിക്കും. ആ ദൈവങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ ഭരണഘടനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ എടുക്കാം, അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കാം. ഇത് രണ്ടുമല്ല. കോടതി തന്നെ പറഞ്ഞത് ദൈവം പല പല ദൈവങ്ങളുണ്ട്.
ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോ ഉണ്ട്. ആരെങ്കിലും എന്ത് കൃത്യം ചെയ്താൽ അത് എന്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ പോലും ദൈവമാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വീരപ്പന്റെ പേരിൽ ക്ഷേത്രമുണ്ട് കർണാടകത്തിൽ. വീരപ്പൻ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും ആയിരക്കണക്കിന് ആനകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ കൊലപ്പെടുത്തി അതിന്റെ കൊമ്പും മറ്റു സാധനങ്ങളും വിറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ക്രൂരമായി കൊലപ്പെടുത്തിയ വീരപ്പന് ഇപ്പൊ ഇത് ചാർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ക്ഷേത്രമുണ്ട്. ആ വീരപ്പന്റെ പേരിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നാണ് ഹൈക്കോടതി ജഡ്ജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ എന്ത് മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അന്ന് ഇവർ 50 പേരുള്ളപ്പോൾ അതിൽ 20 പേരാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. നോക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആരെങ്കിലും അത്തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തോ? അങ്ങനെ ചെയ്യുന്നവരല്ല ഞങ്ങൾ ഭരണഘടനയും ഒക്കെ തന്നെ രാജ്യത്തെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ അവിടെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, പലരും MP-മാരും MLA-മാരുമായിട്ടുള്ളവർ 10 കൊലക്കേസിലെങ്കിലും പ്രതിയാണ്. ബലാത്സംഗ കേസ് ഒരു 5 എണ്ണമെങ്കിലും കാണും. പോക്സോ കേസ് എങ്ങനെയായാലും 2-3 എണ്ണമെങ്കിലും കാണും. അങ്ങനെയുള്ള സ്ത്രീ പീഡന വീരന്മാരായിട്ടുള്ളവരെ എല്ലാം അങ്ങനെയുള്ളവർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങി ജയിക്കുന്നത്. UP-യിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വില്ലാളി വീരന്മാരാണ് അവിടെ MP-മാരായി തെരഞ്ഞെടുക്കുന്നത്. അവരാരെന്ന് നോക്കിയാൽ അവരെല്ലാം തന്നെ BJP-യുടെ പ്രവർത്തകർ, അല്ലെങ്കിൽ അവിടെ DSP, അതുപോലെയുള്ള ചില പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ക്രിമിനൽസുകളാണ്. ഏറ്റവും കൂടുതൽ BJP-യിലാണ്. വലിയ ശതകോടീശ്വരന്മാർ BJP-യിലാണ്. അതുപോലെ കേരളത്തെയും മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ കാപ്പ കേസ് നിങ്ങൾക്കെല്ലാം അറിയാം. 107-ലെ പ്രതിയായാൽ അവര് എല്ലാ വ്യാഴാഴ്ച തോറും കളക്ടറുടെ മുമ്പ് പോയി ഹാജരാകണം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സമയം. 107-ലെ പ്രതി, അതായത് സാമൂഹ്യ വിരുദ്ധൻ, വെളിയിലിറക്കാൻ കൊള്ളൂല. അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ കേസിൽ പ്രതിയായിരുന്നു ഇയാൾ. അതിനുശേഷം സാമൂഹ്യ വിരുദ്ധ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ നല്ല നടപ്പാണ്, മര്യാദയ്ക്ക് നടന്നുകൊള്ളണം, മര്യാദയ്ക്ക് വീട്ടിൽ കഴിഞ്ഞുകൊള്ളണം. അതിനുശേഷമാണ് ഇയാൾ 2-3 വധശ്രമ കേസുകൾ നടത്തിയിട്ടുള്ളത്. അതിൽ പല കേസുകളും പല ആളുകളും കോടതിയിൽ പോലും പോയി സ്റ്റേഷനിൽ പരാതിപ്പെട്ടില്ല. പരാതിപ്പെടാത്തതിന്റെ കാരണം, പരാതിപ്പെട്ടാൽ നിന്നെ ജീവനോടെ വച്ചിരിക്കില്ല. നിങ്ങളെല്ലാം കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നത്. ഏതെല്ലാം പത്രത്തിൽ വന്നുവെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഏതായാലും ഒരു ഓട്ടോ ഡ്രൈവർ, അയാൾക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ഒരാൾ. അയാളിൽ നിന്ന് അത്യാവശ്യമായി വാങ്ങിയതാണ്, എന്തോ ചികിത്സയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ഈ പാവം ഓട്ടോ ഡ്രൈവർ അയാളെ കയ്യിലുള്ളതും മറ്റാളുകൾ നിന്നോ ചെറിയ പലിശയ്ക്ക് വാങ്ങി ഈ അയാളെ സുഹൃത്തിന് കൊടുത്തു. സുഹൃത്ത് പലിശയും കൊടുക്കുന്നില്ല, പൈസയും കൊടുക്കുന്നില്ല. അയാൾക്ക് നിക്കക്കള്ളിയില്ല. ഓട്ടോ ഡ്രൈവർക്ക് വെളിയിലിറങ്ങാൻ നിവർത്തിയില്ല. അയാൾ ആകപ്പാടെ അങ്കലാപ്പിലായി. അയാളെ കുടുംബം വലിയ ബുദ്ധിമുട്ടിലായി. അയാൾ വാങ്ങിയ ആളുകൾ അയാളെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ നാട്ടുരാജാവ് ശ്രീമാൻ സുഗതൻ 2 കൂട്ടരെയും വിളിച്ചു, ഒത്തുതീർപ്പുണ്ടാക്കാം നമുക്ക്. അദ്ദേഹം അറിഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി 2 കൂട്ടരെയും വിളിച്ചു. 2 കൂട്ടരെയും വിളിച്ചിരുത്തി പറഞ്ഞു, രണ്ടുപേരുടെയും വാദം കേട്ടതിന് ശേഷം, വർത്തമാനം കേട്ടതിന് ശേഷം സുഗതൻ ഒരു വിധി കൽപ്പിച്ചു. ഇനി ആ പൈസ തരാൻ നിവർത്തിയില്ല, അയാളെ കൊണ്ട് പൈസ തരാൻ നിവർത്തിയില്ല, നീ പൈസ വേണ്ടാന്ന് വെക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് വേറെ നിവർത്തിയില്ല, എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ വീട്ടില് വെളിയിറങ്ങാൻ കഴിയില്ല. പറഞ്ഞത് കേട്ടോളണം, കൽപ്പനയാണ്. അയാൾ കേൾക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന 1.5 ഇഞ്ചിന്റെ GI പൈപ്പ് എടുത്ത് തലയിൽ ഒറ്റയാടി തല 2ആയി പൊളന്നു. ഒരു കാലും അടിച്ചൊട്ടിച്ചു, ഇടത്തെ കാല്. എന്നിട്ട് പറഞ്ഞു, നീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടു,
പരാതി കൊടുത്താൽ നിനക്ക് ആട്ടോറിക്ഷ ഓടിക്കാൻ കഴിയില്ല, വലത്തേക്കാല് വേണം, ബ്രേക്ക് ചവിട്ടണമെങ്കിൽ വലത്തേക്കാല് വേണം. ആ വലത്തേക്കാല് കൂടെ അടിച്ചോടിച്ച് നിന്നെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും. മര്യാദയ്ക്ക് പൈസ തരില്ല എന്നുള്ള തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോവുക. അവൻ ഒരു കേസ് പോലും ഒരു സ്റ്റേഷനിൽ കൊടുത്തില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ ഈ വിഷയം എടുത്തുകൊണ്ട് സമരം ആരംഭിച്ചപ്പോൾ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ പലരോടും ചില ചാനലുകാരോടും അയാൾ ഉള്ള സത്യം തുറന്നു പറഞ്ഞു. എനിക്ക് ധൈര്യമായി ഇതൊക്കെ ചോദിക്കുന്ന നാട്ടിൽ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് അയാൾ പറഞ്ഞു. മറ്റൊരാളും പറഞ്ഞു. ആ വിശദാംശങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ കേസുകൾ ഒത്തുതീർപ്പുണ്ടാക്കും. മണൽ മാഫിയ, മണ്ണ് മാഫിയ ഏത് പുരയിടത്തിൽ നിന്ന് വേണമെങ്കിലും മണ്ണെടുത്ത് വേറെടുത്ത് കൊണ്ട് അടിക്കും. അതിന് ആ പ്രദേശത്ത് മറ്റാരെയും അനുവദിക്കില്ല. അങ്ങനെയുള്ള ഏറ്റവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അതുപോലത്തെ ഏകദേശം അതിനടുത്ത് വരുന്ന ഗൂഢ പ്രവർത്തനം നടത്തിയ ആള് കാശൊക്കെ കൊടുത്ത് ഇവിടെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. അതിന്റെ ഗുണഭോക്താവായി സുഗതനും മാറിയിരിക്കുകയാണ്. സുഗതൻ അവിടെ ജയിച്ചു, കൗൺസിലറായി വന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്. അയാൾ 2 കാപ്പ കേസിലെ പ്രതിയാണ്. 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം നാട് കടത്തി, 2ാമത്തെ പ്രാവശ്യം ജയിലിൽ പിടിച്ചിട്ടു. ഇനി മേലിൽ ഇതുണ്ടാകരുത് കർശന നിർദ്ദേശം. ആ നിർദ്ദേശം വന്നതിന് ശേഷം അങ്ങനെ വിവിധങ്ങളായ 19 കേസുകളുണ്ട്. എല്ലാം മിക്കവാറും അടിപിടി കേസ്, ക്രിമിനൽ കേസുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളിൽ പലർക്കും പല പല കേസുകളുണ്ട്. എല്ലാ രാഷ്ട്രീയമായ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കേസുകളാണ്. ഇത് അങ്ങനെയുള്ള ഒരു കേസ് പോലുമില്ല, എല്ലാം ക്രിമിനൽ കേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു വധശ്രമം നടത്തിയതിന്റെ പേരിൽ വീണ്ടും കാപ്പ കേസ് ചുമത്തിയത്. ആ കാപ്പ കേസ് ചുമത്തിയപ്പോൾ ഞങ്ങൾ അറിയുന്നത് ശകലം വൈകിയാണ്. അത് ചുമത്തിയപ്പോൾ സുഹൃത്തിന്, പ്രിയപ്പെട്ട നമ്മുടെ സുഗതന് വെളിയിലിറങ്ങാൻ നിവർത്തിയില്ല. അദ്ദേഹം ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി ആ ജാമ്യം തള്ളിയിട്ട് അയാൾ ഒളിവിൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ വരും എന്നുള്ള വിവരം പോലീസിന് കിട്ടി. അങ്ങനെയാണ് പോലീസ് അവിടെ ചെന്നപ്പോൾ ഒരു വാട്ടർ ടാങ്ക് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ പരിസരത്തുള്ള കുറെ RSS ക്രിമിനൽസുകളെ ചുറ്റാകെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇയാൾക്ക് സംരക്ഷണം കൊടുക്കാൻ. അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിന്നാൽ എന്നെ ആര് പിടിച്ചോണ്ട് പോകും? ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പോലീസ് അവിടെ ചെന്നപ്പോ. അങ്ങനെ പോലീസ് ഇത് മനസ്സിലാക്കി ഇയാൾ ഇവിടെയാണുള്ളത്, ഇയാളെ സാധാരണ പോലീസ് വന്നാൽ ഉടൻ തന്നെ ആ വാട്ടർ ടാങ്കിൽ കയറി ചാടി ഇരുന്ന് കളയും, അവിടെ നിന്ന് പിടിച്ചു കയറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി പോലീസ് വന്നപ്പോൾ അതിനകത്ത് കയറി. ഉടൻ തന്നെ ഈ പറഞ്ഞ ചുറ്റാകെ കൂടി നിന്ന സാമൂഹ്യ വിരുദ്ധ സെറ്റുകൾ എല്ലാം കൂടി ചേർന്ന് അയാളെ പോലീസിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പോയ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ഇയാളെ ജാമ്യം തള്ളിയാൽ അയാളെ പിടിച്ചോണ്ട് പോകണം, പോയില്ലെങ്കിൽ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ പണി പോകും. അങ്ങനെ ആ വട്ടിയൂർക്കാവ് SHO ഒരു നിവൃത്തിയില്ല, എല്ലാവരും കൂടെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം തോക്കെടുത്ത് ആകാശത്തോട്ട് വെടിവെച്ചപ്പോൾ മിന്നൽ പോലെ, കാക്ക പറന്നു പോകും പോലെ കുറെ ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് പറന്നുപോയി. പിന്നെ ഇങ്ങനെ വാട്ടർ ടാങ്കിന് വലിച്ചു കയറ്റാൻ വലിയ പ്രയാസപ്പെട്ട് പിടിച്ചു കയറ്റിയപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ചിക്കൻ ബോക്സ് ആണ് നിങ്ങളാരും തുടരുന്നത്. അപ്പൊ അവർക്ക് ചിക്കൻ ബോക്സും ഒന്നും വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിയെ പിടിച്ചോണ്ട് പോയാലേ ഒക്കുള്ളൂ. ഏതായാലും പ്രതിയെ പിടിച്ചോണ്ട് പോയി, ചിക്കൻ ബോക്സ് ഒന്നുമില്ല. അപ്പൊ ഭാര്യയ്ക്ക് കൂടെ കൂടാമെന്ന് പറഞ്ഞു. ഭാര്യയെ കൊണ്ടുപോകാക്കൂല, അവർ പ്രതിയല്ലാത്തോണ്ട് നിങ്ങളെ കൊണ്ടുപോകാക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ സുഗതനെ പിടിച്ചോണ്ട് പോയിട്ട് കളക്ടറാണ് ഈ കാപ്പ കേസിൽ ഇടപെടുന്നത്. കളക്ടർ പറഞ്ഞു, ഇവിടെ തിരുവനന്തപുരത്തും എറണാകുളത്തും കൊല്ലത്തുമുള്ള കോടതികളെ നല്ല ജയിലുകളിൽ ഇട്ടാൽ പോരാ, അങ്ങേ അറ്റം വിയ്യൂർ ജയിൽ, വളരെ പ്രസിദ്ധമായ വിയ്യൂർ ജയിലിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ കിടന്നു. അപ്പൊ 2 കൗൺസിൽ വന്നില്ലെങ്കിൽ 3 കൗൺസിലിൽ തുടർച്ചയായി വരാത്ത ഒരാളിനെ കൗൺസിലറായി വെച്ചുകൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ കൗൺസിലറായി വെച്ചുകൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിയമം നന്നായി അറിയാവുന്ന ഇവിടുത്തെ മേയറും മറ്റുള്ളവരും ചേർന്ന് കൗൺസിൽ എങ്ങനെ വിളിക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂരിൽ മേൽ കുരു എന്ന് പറഞ്ഞ് കോടതിയുടെ വിധി കൂടി വന്നത്. 20 പേര് അവരാരും കൗൺസിലർമാരല്ല എന്ന പ്രഖ്യാപനം വന്നത്. അടിയന്തരമായി അവർ ഒരാഴ്ചക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തോളാം. 20 പേർ, അതിൽ ഒരാള് ഈ സുഗതനുമുണ്ട്. അവര് ഇന്നലെ വൈകുന്നേരം നമ്മളാരും പറഞ്ഞില്ല. ഞങ്ങൾ ഉച്ചവരെ 2 മണിയോളം ഇവിടെ സമരത്തിൽ ഇരുന്നവരാണ് ഞങ്ങളുടെ കൗൺസിലർമാർ. ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ചായ എല്ലാം കുടിച്ച് 4 മണിയായി ഇവിടുന്ന് പോയപ്പോ അത് വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് 19 പേര് മറ്റേ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാൻ കഴിയില്ല. സുഗതനെ അവരിവിടില്ല സത്യപ്രതിജ്ഞ ചെയ്യാനായി. അല്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ചോണ്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കളഞ്ഞു. ഉത്തർപ്രദേശിലാണെങ്കിൽ നടക്കും, ഇവിടെ അത് നടക്കൂല. അതുകൊണ്ട് ബാക്കി 19 പേരെയും ഇവിടെ വിളിച്ച് 19 പേര് സത്യപ്രതിജ്ഞ ചെയ്തോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ ചില ആളുകളെയൊക്കെ കണ്ടതേ ഉള്ളൂ. ഞങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്ന 3-4 പേരെ കണ്ടു. അതിന് എത്ര പേരാണ് ചെയ്തതെന്ന് അറിയില്ല. അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്നുള്ളത് ഇപ്പൊ സംശയം നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും ഒരിടത്ത് രഹസ്യമായി കൊണ്ട് ചെയ്യേണ്ടതല്ല സത്യപ്രതിജ്ഞ. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത് നേരെ ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയാണ്. ഇപ്പോൾ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പരസ്യമായി 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ വേദിയിൽ വെച്ചാണ് സെൻട്രൽ സ്റ്റേഡിയത്താണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവിടെ ഏതൊരു കുടിസ് പുകയിൽ കെട്ടി ബാക്കിൽ ഒരു ബാനറും കെട്ടി ആ പാവപ്പെട്ട സെക്രട്ടറിയെ പ്രയോജനം നിർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ മേയർ ചൊല്ലിക്കൊടുക്കുന്നു. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള കൗൺസിലർമാരാണ്. അങ്ങനെയുള്ള ഈ കൂരിൽ മേൽ കുരു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നത് അടിയന്തരമായി കൗൺസിൽ വിളിക്കണമെന്നാണ്. ഇപ്പോൾ നിക്കക്കള്ളിയില്ലാതെ 29-ാം തീയതി കൗൺസിൽ ഉണ്ട് എന്നുള്ള പോലെ ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ഒരു വലിയ രാമായണം പോലെ വലിയ ഒരു 10-300 പേജുള്ള ഒരു പുസ്തകം ഞങ്ങളെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് മുഴുവൻ നീ വായിച്ചു നോക്കി പഠിച്ചതിന് ശേഷം ഇത് ഓരോ അജണ്ടയായി കൗൺസിലിൽ എടുത്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. അതിനെല്ലാം കൂടിയുള്ള സമയം 2:30 മുതൽ 6 വരെ 2:30 മുതൽ 6 വരെ കൊണ്ട് ഇത് മുഴുവൻ നമ്മള് അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബഹളമുണ്ടാക്കി എന്തെങ്കിലും ഗോഷ്ഠികൾ കാണിച്ച് പ്രകോപിപ്പിച്ച് അത് എല്ലാം പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിച്ചു പോകുന്ന അങ്ങനെ ചെയ്തു കളയാം എന്നുള്ള ധൈര്യത്തിൽ ഇരിക്കുകയാണ്. എന്തായാലും 29-ാം തീയതി സുഗതന് വരാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഏതെങ്കിലും വിധത്തിൽ ഇവര് ഉദ്ദേശിക്കുന്നത് പോലെ ഏതെങ്കിലും ദൈവം സഹായിച്ചാൽ വന്നാലായി. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന ഈ നാട്ടിൽ അങ്ങനെ സംഭവിക്കാം. ഏതായാലും അയാൾക്ക് ഈ കൗൺസിലിലൂടെ പങ്കെടുത്തില്ല എങ്കിൽ കൗൺസിലർ അല്ലാതായി മാറി. നിലവിൽ കൗൺസിലർ അല്ല, കാരണം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ ഏകദേശം അതിനുള്ള ഒരു തീരുമാനമാകും. അപ്പോൾ നാട്ടിൽ നിലാവുണ്ടെന്ന് പറഞ്ഞ് വെളുക്കോളം മോട്ടിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കുറെ കാലമായി ഇത്തരത്തിലുള്ള കൃത്രിമം കാണിച്ച് കൊലപാതക ശ്രമങ്ങൾ നടത്തി മണൽ മാഫിയ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിയുന്ന സുഗതനെ പുറത്താക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ആവശ്യം. അതിന് പോലീസ് എത്തുമെന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ മര്യാദയ്ക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും കാവലിന്റെ ആവശ്യവുമില്ല. ഞങ്ങള് അങ്ങനെയുള്ള ഒരു സമരം നടത്തുകയാണ്. ആ സമരത്തിന് ആധാരമായ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാൽ ഞങ്ങൾ ആ മര്യാദയ്ക്ക് ഇവിടെ കഴിച്ചെന്ന് പോകും. ഇതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇയാളെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് സംസാരിക്കാൻ പിന്നെ ചില കാര്യങ്ങൾ അറിയിക്കുന്നതിലേക്ക് വേണ്ടി പാർലമെന്റ് പാർട്ടി സെക്രട്ടറി ശ്രീകുമാർ സഹാക്കളെ, ഈ സമരം തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള നഗരസഭയുടെ ജനപ്രതിനിധികൾ നടത്തുന്ന സമരമാണ്. പുറത്ത് റിലേ സത്യാഗ്രഹം നഗരവാസികളും നഗരസഭയ്ക്കുള്ളിൽ നഗരസഭാ കൗൺസിലർമാരും നടത്തുന്ന സമരമാണ്. തികച്ചും ന്യായമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ സമരം ആരംഭിച്ച ദിവസം നഗരസഭയുടെ ഈ മേയർ സമരം നടക്കുന്ന സമര ഗേറ്റിലൂടെ സമര സഹാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് കട
കടന്നുപോയ അനുഭവത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങൾ സ്വാഭാവികമാണ്. ആ സ്വാഭാവിക സമരങ്ങളെ സമചിത്തതയോടെ ജനാധിപത്യ ബോധ്യത്തിൽ നേരിടുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. അതില്ലാതെ തികച്ചും അഹങ്കാരത്തോടെ നീ എല്ലാം തന്നെ സമരം നടത്തിയാൽ ഞങ്ങൾക്കത് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിനയം അഭിനയിച്ചുകൊണ്ടാണ് മേയർ കടന്നുപോയത്. സാധാരണ നിലയ്ക്ക് സഭയ്ക്കുള്ളിൽ 101 അംഗങ്ങളുടെയും മേയറാണ്. ഒരു ഏതെങ്കിലും കൗൺസിലർമാർ ഇത്തരത്തിൽ ഒരാളെങ്കിലും സമരം നടത്തിയാൽ അയാളോട് സംസാരിക്കുവാനും അയാളോട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമചിത്തതയോടെ ഇടപെടാൻ കഴിയുന്ന ആളാണ് മേയർ എന്ന് പറയുന്ന സഭയുടെ നേതാവായിട്ടുള്ള ആൾ. പക്ഷെ അത്തരം ഒരു സമീപനം സ്വീകരിക്കാതെ വലിയ സത്യാഗ്രഹത്തിലെ ആ സത്യാഗ്രഹ പന്തലിലൂടെ വളരെ അഹങ്കാരത്തോടു കൂടി കടന്നുപോയിട്ടുള്ള മേയറാണ്. അതിനുശേഷം എടുത്തിട്ടുള്ള നടപടികൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 ആളുകളെ പുതിയതായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവിന് അതിന്റെ പിൻബലത്തിൽ 2:30 മണിക്ക് ഉത്തരവ് വരുമ്പോൾ 4:30 മണിക്ക് 19 കൗൺസിലർമാരെയും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മേയറാണ്. ഈ മേയർ ഈ സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? അതടക്കമുള്ള കാര്യങ്ങളില്ലാതെ ജനാധിപത്യ വിരുദ്ധമായ രൂപത്തിലാണ് അഹങ്കാരത്തോടെ ഈ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് മേയറുടെ ഓഫീസിന്റെ നടയിൽ ഈ സമരം നടത്തുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇത്തരം ഒരു നടപടികളുമായിട്ടാണ് മേയർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ നേരിടുവാൻ ഈ മേയറുടെ ഓഫീസിനുള്ളിൽ കയറി ദിവസവും പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന രൂപത്തിലുള്ള സമര പരിപാടികൾ നടത്താൻ LDF-ന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ തയ്യാറാകുമെന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. തികച്ചും ആദ്യമേ പറഞ്ഞു, ജനാധിപത്യ രൂപത്തിലുള്ള സമരമാണ്. ഈ സമരത്തെ അതേ അർത്ഥത്തിൽ കാണാനുള്ള സമചിത്തതയാണ് ഈ മേയർക്കുണ്ടാകേണ്ടത്. എന്ത് വില കൊടുത്തുകൊണ്ട് അത്തരം ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ നേരിടുവാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇടപെടും. ആ രൂപത്തിൽ ഈ ഓഫീസിനകത്ത് കടന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരം സമരമടക്കം പ്ലാൻ ചെയ്യുന്ന രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ ഞങ്ങൾ നേരിടാൻ പോകുന്നത്. എന്ത് വില കൊടുത്തുകൊണ്ടും ആ രൂപത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ സമരത്തെ നേരിട്ടുകൊണ്ട് ഓഫീസിനുള്ളിൽ കടന്ന് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയിലാണ് മേയർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമര പരിപാടികളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും പോലീസ് അടക്കമുള്ള ആളുകളെ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി തന്നെ അത്തരം നടപടികളെ നേരിടുവാൻ LDF-ന്റെ കൗൺസിലർമാർ തയ്യാറാകുമെന്നുള്ള കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. İnkılap Zindabad. İnkılap Zindabad. İnkılap Zindabad. İnkılap Zindabad. LDF Zindabad. LDF Zindabad. LDF Zindabad. LDF Zindabad. Varna Samaram Zindabad. Varna Samaram Zindabad.